ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ സ്പേസ് ഒന്നിച്ചിരി മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് മാറ്റുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ക്യൂട്ട് മുയൽകൂട്ടൻ കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ലാമ്പാണ്. 200 സംതിങ് കണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കിൽ ലൈറ്റ് തെളിയും, ഫ്രണ്ടിൽ ലൈറ്റ് തെളിയും കേട്ടോ. അപ്പം അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ ഓരോന്ന് വായിച്ച ശേഷം മാത്രമേ ഞാൻ അടുത്ത് ഓർഡർ ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അതും എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുയൽകൂട്ടിൻ്റെ ക്യൂട്ട് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വിചാരിച്ചു ഈ പെൻ ഡ്രൈവ്, കണക്റ്റൊക്കെ എടുത്ത് വെക്കാമെന്ന്. പെട്ടെന്ന് കാണാതെ പോകുന്ന ഐറ്റങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെയുള്ള വേസ്റ്റുകളെല്ലാം ഇടുന്നത് ഇതിനകത്താണ് കേട്ടോ. നല്ലതും ഉണ്ട്, ചീത്തതും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം ഫസ്റ്റ് തന്നെ. ഒരു നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് ബോർഡാണ് കേട്ടോ. ഇത് ഞാൻ 199 രൂപയ്ക്ക് റിലയൻസിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മോള് പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്, അവളുടെ സ്റ്റഡി ഏരിയ ആണ് കേട്ടോ. പക്ഷെ ഞാനൊരു ലാപ്ടോപ്പ് ടേബിൾ മേടിച്ച ശേഷം അവൾ ആ ലാപ്ടോപ്പ് ടേബിളുമായിട്ട് കട്ടിലയിലിരുന്നാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എൻ്റേതായിട്ട് മാറ്റാമെന്ന്. ഇതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചാൽ പറയാം. നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി ചെറിയൊരു സ്പേസ്, അതായത് ഫോട്ടോ എടുക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ ഒരു കുഞ്ഞൊരു സ്പേസ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കായിട്ടൊരു സ്പേസ്, അത് എൻ്റെ റൂമിൽ തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ TV ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഈ കാശ് രൂപ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ നിമിഷം വരെ എന്നെ താങ്ങി നിർത്തുന്ന ഒരു ശക്തി എന്ന് പറയാം കേട്ടോ. പിന്നെ ഇത് ഞാൻ 133 രൂപയ്ക്ക് മേടിച്ച വാൾപേപ്പറാണ്. 2 ഷീറ്റുണ്ട്. ഇതിൻ്റെ സൈസൊക്കെ എത്രയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇത് ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടി മേടിച്ചൊന്നുമല്ല കേട്ടോ. ഇതെനിക്ക് വന്നപ്പം തോന്നി ഒന്ന് ഒട്ടിച്ചാൽ വൃത്തിയാവും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ഒരെണ്ണമായിട്ട് ഒട്ടിച്ചത് കേട്ടോ. ഒരെണ്ണം നമ്മൾ എക്സ്ട്രാ ഇവിടെ വെച്ചിട്ടുണ്ട്. വെളിയിലെങ്ങാനും ഒരു ഫോട്ടോ എടുക്കുമ്പം നമുക്ക് എക്സ്ട്രാ ആവശ്യം വന്നാൽ ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതിന് വേണ്ടി എക്സ്ട്രാ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഒട്ടിക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ എന്തെങ്കിലും വെച്ച് മറയ്ക്കാം കേട്ടോ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അനാവശ്യ സാധനങ്ങളെല്ലാം വെളിയിൽ തള്ളിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജ്വല്ലറി പാക്കിങ്ങിനും പിന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കാനും ജ്വല്ലറിയുടെ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേസ്. പിന്നെ ഈ ബോക്സിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാമ്പ്, പിന്നെ താങ്ക് യു കാർഡ്, പിന്നെ കൊറിയർ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ നമ്മുടെ പ്രൈസ് എഴുതാനുള്ള സ്റ്റിക്കർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഈ ബോക്സിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന ഐറ്റംസ് നമ്മുടെ കൈയുടെ അടുത്ത് തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ഞാൻ ഹാളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു ഫ്ലവർ വേസ് ആണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ വൈറ്റിനോട് നല്ല മാച്ചാണ് ആ ഫ്ലവർ കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.